ഫാർമർ സുനിൻ്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിന് ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ 2 ചെടികൾ എടുക്കും. 2 ചെടികളിൽ ഒരു ചെടി മോൾഭാഗമായിട്ടും വേറൊരു ചെടി താഴ്ഭാഗം അതിൻ്റെ വേരായിട്ട് ഉപയോഗിക്കും. ഈ 2 ചെടികളും കൂടി സംയോജിപ്പിച്ച് ഇതിന് 2 ഗുണങ്ങളും കൂടെ ഒതുങ്ങുന്ന ഒറ്റ ചെടിയായിട്ട് വികസിപ്പിച്ചെടുക്കണം. അതാണ് ഗ്രാഫ്റ്റിങ്ങിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി ചെടിയാണ്. തക്കാളി ചെടി മേൽഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ചെടിക്ക് നമ്മൾ സയോൺ എന്ന് പറയും. ഇതിന് വേരായിട്ട് ഉപയോഗിക്കുന്ന ചെടിക്ക് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ തക്കാളി ചെടിയുടെ റൂട്ട് സ്റ്റോക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വഴുതന ചെടിയാണ്. നമ്മളിങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ബാക്ടീരിയൽ വാട്ടർ രോഗം നമുക്ക് ഒരു രീതിയിലൊക്കെ ഒരു പരിഹാര മാർഗ്ഗമാവും. സാധാരണ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഉപയോഗിക്കുകയാണെങ്കിൽ ആ രോഗത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. പിന്നെ മണ്ണിൽ നിന്നുള്ള പോഷക മൂലകങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. പിന്നെയാണെങ്കിൽ ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത ചെടിക്ക് പ്രതിരോധശേഷിയും കൂടുതലായിരിക്കും. ഈ മണ്ണിൻ്റെ ഉപ്പുരസം അളവ് മാറ്റം ഉണ്ടാവുകയോ വെള്ളമില്ലായ്മയോ വെള്ളം കൂടുതലാണെങ്കിലോ അപ്പോഴൊക്കെ ചെടിക്ക് ഒരളവിൽ വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെ എടുത്ത് ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതെ, ഈ വഴുതനത്തിൻ്റെ ഈ റൂട്ട്സ് ഈ ഗ്രാഫ്റ്റിംഗ് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നല്ലോണം ഒരു ഇനമാണിത്. ഇതിന് വാട്ടർ രോഗം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ബാക്ടീരിയൽ വാട്ടർ രോഗമില്ലേ, അത് പ്രതിരോധിക്കാനുള്ളൊരു ശേഷിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇനത്തിൽപ്പെട്ട വഴുതനങ്ങ ചെടി റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്നത്. താഴത്തെ റൂട്ട് സ്റ്റോക്ക് 1.5 മാസം പ്രായവും മേളിൽ ഉപയോഗിക്കുന്ന തക്കാളി ചെടിക്ക് 1 മാസം പ്രായമായിരിക്കും. ഇത് പാകി 1.5 മാസത്തിന് ശേഷം ഇത് റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാം. ഇത് പാകി 1 മാസത്തിന് ശേഷം ഇത് സയോണായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് അതിൻ്റെ ഒരു ഗ്രോത്ത് അനുസരിച്ച്